പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് മെനാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ പീരീഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. 2 years കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ 10th-ലായി. എക്സാം സ്ട്രെസ്സാണോ പഠിത്തത്തിന്റെ സ്ട്രെസ്സാണോ എന്നൊന്നും അറിയില്ല. ബട്ട് പീരീഡ്സ് ഒക്കെ റെഗുലർ ആയി തുടങ്ങി. ഇതിനെന്തെങ്കിലും കൺസേൺ ഉണ്ടോ, ഇതിന് മെഡിസിൻസ് എടുക്കേണ്ട കാര്യമുണ്ടോ? ചിലർ വന്ന് പറയും, മാം റെഗുലർ ആയിരുന്നു പീരീഡ്സ് എനിക്ക്, ഇപ്പോഴാണ് ആ ഹെവി ബ്ലീഡിങ് തുടങ്ങിയത്. നമ്മൾ കറക്റ്റായിട്ട് ഒന്നുകൂടെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല, ഒരു 6 months മുന്നേ പീരീഡ്സ് ഇങ്ങനെ സ്പോട്ടിംഗ് ആയിട്ട് മാത്രം വരുമായിരുന്നു. ഇത് സൈക്കോളജിക്കൽ ആണ്, ഫങ്ഷണൽ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയണമെന്നല്ല. ബട്ട് അതിനാണ് ആ മെൻസ്ട്രൽ കലണ്ടർ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ട്രാക്ക് ചെയ്ത് ഓക്കെ ആവുകയാണെങ്കിൽ ദെൻ യു ഗോട്ട് ദ കോസ്. അതായിരുന്നു അവരുടെ കോസ്. പീരീഡ്സ് വരുന്നില്ല എന്ന് വെച്ച് കോൺട്രസെപ്ഷൻ എടുക്കാതിരിക്കരുത്. യു ക്യാൻ ഗെറ്റ് കൺസീവ് ഡ്യൂറിങ് ദിസ് ടൈം പീരീഡ് ബിക്കോസ് ഓവുലേഷൻ നടക്കും. ഹലോ, ഐ എം ശ്രുതി. വിമൻ ഹെൽത്ത് എന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. നമുക്ക് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു വേഗ് ഐഡിയ ഉണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടുവാൻ വേണ്ടി നമുക്കൊരു ഓത്തന്റിക് സോഴ്സിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. നമ്മോടൊപ്പം ഡോക്ടർ അപർണ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ചേരുന്നു. ഹലോ മാം, വെൽക്കം ടു ഹെർ ടു വെൽനസ് ടോക്ക് ഷോ. താങ്ക് യു ശ്രുതി. മാം, നമുക്ക് ബേസിക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്നുള്ളത്. അതെ. അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മെൻസ്ട്രേഷൻ, പക്ഷെ അതൊരു 28 day സൈക്കിൾ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ ഒരു 28 day സൈക്കിൾ എന്നുള്ളത് ഒരു എല്ലാവർക്കും ഒരു ഫിറ്റ് ചെയ്യുന്ന പാറ്റേൺ അല്ല. അപ്പോൾ ഇത് ഒരു എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണോ, ഓർ ഇറ്റ്സ് ജസ്റ്റ് ഒരു കോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണോ എന്നുള്ളതാണ്. ഇപ്പം ആദ്യം തന്നെ പറയാം, 28 day സൈക്കിളിന് ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കാണുന്നതാണ്. ബട്ട് ടെക്സ്റ്റ് ബുക്കിലും പറയുന്നത് 28 ± 7 എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു 21 തൊട്ട് 35 days വരെ സൈക്കിൾസ് വന്നാൽ അത് കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾക്ക് 21 day സൈക്കിളാണ് വരുന്നതെങ്കിൽ എവ്രി മന്ത് ഒരു 21 അല്ലെങ്കിൽ 22 days സൈക്കിൾ വരണം. ഇപ്പൊ ഒരു മന്ത് വരുന്നത്, ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് സെപ്റ്റംബറിൽ 21 days വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് 28 day സൈക്കിളാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു 35 പോവുകയാണെങ്കിൽ ഈവൻ ഇപ്പൊ 21 to 35 days വരുന്നത് റെഗുലർ ആണെന്ന് പറഞ്ഞാൽ കൂടെ അതൊരു റെഗുലാരിറ്റി ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ശ്രുതിക്ക് വരുന്ന സൈക്കിൾ 35 days വരുന്നതാണ്. അപ്പൊ ശ്രുതി ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവുകയാണ്, എന്നിട്ട് പറയാണ്, എന്റെ സൈക്കിൾസ് എല്ലാം 35 days കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ, ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നില്ലേ 28 day സൈക്കിൾ ആകണമെന്ന്. ബട്ട് അപ്പൊ ഒരു ഗൈനക്കോളജിസ്റ്റ് ഫസ്റ്റ് ശ്രുതി അടുത്ത് ചോദിക്കുക ഇത് തന്നെയായിരിക്കും, എപ്പോഴും 35 days തന്നെയാണോ വരുന്നത്? അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. 35 days വരുന്നതല്ല പ്രോബ്ലം, അതിൽ നിന്ന് റെഗുലർ ആകുന്നുണ്ടോ എന്നാണ്. കാരണം ഇപ്പോൾ തന്നെ മെൻസ്ട്രേഷനിൽ നമ്മൾ ഫേസസ് പറയുകയാണെങ്കിൽ, ഇപ്പൊ മെൻസ്ട്രൽ സൈക്കിളിനെ തന്നെ നമ്മൾ നാലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് മെൻസ്ട്രേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ ഡേ 1 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ മെൻസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഓവുലേഷൻ എന്നൊരു ടൈം ഉണ്ട്. ആ ഓവുലേഷൻ വരെ എത്താൻ വേണ്ടിയിട്ട് ഫോളിക്കുലർ ഫേസ് ഉണ്ട്. ഇതൊക്കെ ആക്ച്വലി ടെക്നിക്കൽ ടേംസ് ആണ്, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അപ്പം ഫോളിക്കുലർ ഫേസ് വരെ എത്തുന്ന ഈ ഫ്രം മെൻസ്ട്രേഷൻ ടു ഓവുലേഷൻ എന്നുള്ള സമയം ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഫോർ സം ഇറ്റ് വിൽ ബി ദ എക്സാക്ട് 14 days. അപ്പൊ എക്സാക്ട് ആയിട്ട് അത് 14 days വരുന്നവർക്കാണ് നെക്സ്റ്റ് 14 days ഇഫ് ദേ ആർ നോട്ട് ഗോയിങ് ഇൻ ടു പ്രഗ്നൻസി മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നത്. സോ അങ്ങനെയുള്ള ഒരാൾക്ക് 28 day സൈക്കിൾ കറക്റ്റ് ആയിട്ട് വരും. ബട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോ ആ ഫസ്റ്റ് വരുന്ന ഫ്രം ദ മെൻസ്ട്രേഷൻ ടു ഓവുലേഷൻ ആ സൈക്കിൾ ഒരു 16 days അല്ലെങ്കിൽ 20 days പോവുകയാണെങ്കിൽ ദെൻ അടുത്ത മെൻസ്ട്രേഷന് പോകുന്നത് +14 ആയിരിക്കും. സോ 34 days കഴിഞ്ഞിട്ടേ പീരീഡ്സ് വരുള്ളൂ. അത് റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരുന്നാൽ ഇറ്റ്സ് നോട്ട് എൻ ഇറഗുലർ സൈക്കിൾ, ഇറ്റ്സ് എ റെഗുലർ സൈക്കിൾ ഓൺലി. ഫ്ലോ ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. സോ 28 day സൈക്കിൾ എന്ന് പറയുന്നത് ഇപ്പോ ഒരു മിത്ത് മാത്രമാണ്. ഓക്കെ, അപ്പോ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് മാം പറഞ്ഞല്ലോ 4 phases. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു മെൻസ്ട്രേഷൻ ടൈമിലൊക്കെ പല തരത്തിലുള്ള ചേഞ്ചസും മൂഡ് സ്വിങ്സും എനർജി ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോ ഈ ഒരു ഓരോ ഫേസ് എടുത്തു നോക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും അതിന്റെ ചേഞ്ചസ് ഉണ്ടായിരിക്കുക?
ഇത് ആക്ച്വലി നമ്മുടെ 2 മെയിൻ ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ അതിന്റെ വേരിയേഷൻസ് വരുമ്പോൾ അതിന്റെ ഒരു പീക്ക് വരുമ്പോഴാണ് നമ്മുടെ മെൻസ്ട്രേഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പം ആദ്യത്തെ ഫോളിക്കുലർ ഫേസ് എന്ന് ഞാൻ പറഞ്ഞില്ല, മെൻസ്ട്രേഷൻ കഴിയുമ്പോഴേക്കും നമ്മുടെ എൻഡോമെട്രിയം യൂട്രസിന്റെ ലൈനിങ്ങിനെയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഷെഡ് ഓഫ് ചെയ്ത് നമ്മുടെ മെൻസ്ട്രൽ ബ്ലഡ് ആയിട്ട് പോകുന്നത്. സോ ഒരു മെൻസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി വെരി മിനിമം, ഒരു മേ ബി 3 മില്ലിമീറ്റർ വരെയൊക്കെ എത്തി നിൽക്കും. അത് കഴിഞ്ഞിട്ടാണ് ദെൻ ദിസ് ഫോളിക്കുലർ ഫേസ് വിൽ സ്റ്റാർട്ട്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈസ്ട്രജൻ എന്ന ഹോർമോൺ പതിയെ പതിയെ ഒന്ന് പീക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് പീക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വേറെ കുറെ ഹോർമോൺസ് ഉണ്ട് ഫ്രം ദ ബ്രെയിൻ, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബേസിക് പറയുകയാണെങ്കിൽ ബി എ ഈസ്ട്രജൻ പ്രൈമിങ് ഓഫ് ദി എൻഡോമെട്രിയം. അപ്പൊ ഈ ഈസ്ട്രജൻ ഒന്ന് ഹൈ ആയിട്ട് വന്നിട്ട് ആ ഒരു കുഷനി എഫക്ട് എൻഡോമെട്രിയത്തിന് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അതിന്റെ സെയിം ടൈമിൽ തന്നെ ഈ ഓവത്തിന്, നമ്മളിപ്പം ഓവറിയിൽ കുറെ ഫോളിക്കിൾസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോളിക്കിൾ മാത്രം ഡോമിനന്റ് ഫോളിക്കിൾ ആയിട്ട് വളർന്ന് ഓവുലേഷന് വേണ്ടി പോകും. അപ്പം അതാണ് ഈ ഫോളിക്കുലർ ഫേസ് എന്ന് പറയാൻ കാരണം. അപ്പം അതെപ്പോഴാണോ ഓവുലേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ റപ്ചർ സംഭവിക്കും. ദാറ്റ് മേ ബി 14th ഡേ ഓർ 16th ഡേ, ഏത് ഡേ വേണമെങ്കിലും ആവാം. അതെ. അപ്പൊ ഈസ്ട്രജൻ വരുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഹാപ്പി ഹോർമോൺ, ഒരു ഹാപ്പി ഹോർമോൺ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സോ ആ സമയത്ത് ലൈക്ക് ബിഫോർ ദ ഓവുലേഷൻ അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഓവുലേഷൻ നമ്മൾ നല്ല ഹാപ്പി മൂഡിലായിരിക്കും. ഒരു മേ ബി ഒരു ഹണിമൂൺ ഫേസ് പോലെ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സന്തോഷപരമായിട്ടുള്ളതിലായിരിക്കും പൊക്കോണ്ടിരിക്കുക. ആൻഡ് ദെൻ വെൻ ഈസ്ട്രജൻ ഒന്ന് കുറഞ്ഞ് പ്രൊജസ്ട്രോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും, പ്രൊജസ്ട്രോൺ ആണ് നമ്മുടെ എൻഡോമെട്രിയത്തിനെ അതായിട്ട് തന്നെ ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രഗ്നൻസി സപ്പോർട്ടിംഗ് ഹോർമോൺ. കാരണം കുഷൻ എഫക്റ്റ് ഒക്കെ കൊടുത്ത് ഇപ്പോൾ ഇൻ കേസ് ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു എംബ്രിയോ വരികയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊജസ്ട്രോൺ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രൊജസ്ട്രോൺ പക്ഷെ ഹൈ ആകുമ്പോഴേക്കും കുറച്ച് നമ്മുടെ ആൻസൈറ്റി, പാനിക് അറ്റാക്ക് എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല. ഒരു എന്താ പറയാ, നമ്മള് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോംസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം, PMS എന്നുള്ള ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. അപ്പം അതിന്റെയൊക്കെ എഫക്ട് വരുന്നത് ഈ പ്രൊജസ്ട്രോൺ ആണ് മെയിൻ കൾപ്രിറ്റ് ആയിട്ട് പറയുന്നത്. ഇറ്റ്സ് നോട്ട് പ്രൂവൻ, അങ്ങനെ ചില റിസർച്ചിൽ പറയുന്നതാണ് അത് മേ ബി ബിക്കോസ് ഓഫ് ദി ഹൈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ ഒരു ചെറിയ ആൻസൈറ്റി, ഒരു ലോൺലിനെസ്, ഒരു ചെറിയ ഡിപ്രഷൻ പോലെ, എന്നൊരു കരയണോ ചിരിക്കണോ, ഒരു വല്ലാത്തൊരു മൂഡ് സ്വിങ്സ് ആയിരിക്കാം. ബട്ട് ഇതെല്ലാം കൂടുതൽ കണ്ടുവരുന്നത് എന്താ പറയാ, ഇപ്പോ ഒരാളുണ്ട്, ആള് ലോൺലി ആണ്, ഇപ്പൊ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ വീട്ടിൽ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല, അങ്ങനെ ഒരാൾ, അല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക്, അവർക്കൊക്കെ ആയിരിക്കും ഈ പ്രൊജസ്ട്രോൺ നോർമലി ഇപ്പൊ റൈസ് ചെയ്യത്തില്ല. ഇപ്പൊ ശ്രുതിക്ക് റൈസ് ചെയ്യുന്നുണ്ട്, ആ പ്രൊജസ്ട്രോൺ അത് തന്നെയാണ് എനിക്ക് റൈസ് ചെയ്യുന്നത്. അപ്പം പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കില്ല ആ സമയത്ത് ശ്രുതിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഒരു സറൗണ്ടിങ് ആൻഡ് എൻവയറൺമെന്റ് ഫാക്ടേഴ്സും ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. പ്ലീസ് ഒരു ബിഗ് റോൾ ആണ് ചെയ്യുന്നത്. നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഇത്രയും സിംറ്റംസോ ആ മൂഡ് ഫ്ലക്ച്വേഷൻസോ ഒന്നും കണ്ടെന്ന് കൂടെ വരില്ല. അത് കഴിയുമ്പോഴേക്കും മെൻസ്ട്രേഷൻ നടക്കുമ്പോൾ, ദാറ്റ് മീൻസ് ആ പ്രൊജസ്ട്രോൺ ഫോൾ വരികയാണ്, പ്രഗ്നൻസി ഉണ്ടാകുന്നില്ല. അങ്ങനെ മെൻസ്ട്രേഷൻ നടക്കുമ്പോൾ ദെൻ അഗെയിൻ ആ പ്രൊജസ്ട്രോണിന്റെ ഫോൾ കാരണം ആൻഡ് ഈസ്ട്രജന്റെ റൈസിംഗ് ലെവൽ കാരണം ദാറ്റ് ഹാപ്പി മൂഡ് വിൽ ബി കമ്മിങ് അഗെയിൻ ആൻഡ് ദിസ് വിൽ ഗോ ആസ് എ സൈക്കിൾ. ഇതാണ് അതെ. ആൻഡ് ഇത് ഒരു നോർമൽ റീപ്രൊഡക്റ്റീവ് ടൈമിൽ. ആൻഡ് വെൻ നമുക്കിപ്പോ ഒരു 40+ ഒക്കെ ആവുമ്പോഴേക്കും ഈ ഹോർമോൺസ് എല്ലാം ഒന്ന് വേരി ചെയ്യും. അപ്പൊ അതിന്റെ അനുസരിച്ച് മെനോപോസൽ സിംറ്റംസ്, പ്രീ മെനോപോസൽ സിംറ്റംസ് അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതെ. ഓക്കെ മാം. അപ്പോ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്നുള്ളത് ഇപ്പം മിക്ക ആൾക്കാരും, അതായത് ഫീമെയിൽസ് ഓൾമോസ്റ്റ് എവ്രി വൺ ട്രാക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അവരുടെ പേർപ്പസ് ഡിഫറെന്റ് ആയിരിക്കും. കൂടുതലും ഫെർട്ടിലിറ്റി റീസൺസിനാണ് ട്രാക്ക് ചെയ്യാറുള്ളത്. പക്ഷെ അതർ ദാൻ ദാറ്റ് വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ നമ്മൾ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ട്രാക്ക് ചെയ്യണം എന്നുള്ളത്? ആക്ച്വലി ട്രാക്കർ ആയിട്ട് വരുന്നവരെല്ലാം ഫെർട്ടിലിറ്റിയിലായിട്ട്, ഇപ്പം ശ്രുതി പറഞ്ഞതുപോലെ തന്നെയാ, ഫെർട്ടിലിറ്റി ഓവുലേഷൻ എപ്പോഴാണ് നടക്കുന്നത്, സേഫ് പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. ബട്ട് നമ്മുടെ അടുത്ത് വരുന്ന എല്ലാവരുടെ അടുത്തും നമ്മൾ പറയാറുണ്ട്, പ്ലീസ് ട്രാക്ക് യുവർ മെൻസ്ട്രേഷൻ, ഒരു മെൻസ്ട്രൽ കലണ്ടർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനായിട്ട് ആപ്പ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറയാറില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ബട്ട് നമുക്ക് ഒരു ഡയറി എടുത്ത് എന്നാണ് പീരീഡ്സ് വരുന്നത്, അത് എത്ര ദിവസം ഫ്ലോ ഉണ്ടായിരുന്നു, എത്ര ദിവസം ഹെവി ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ഇനിയിപ്പോ സ്പോട്ടിങ് വല്ലതും നടക്കുന്നുണ്ടോ, അത് എത്ര ദിവസം ഉണ്ടായിരുന്നു, പീരീഡ്സിന്റെ ടൈമിൽ പെയിൻ വരുന്ന ആൾക്കാരുണ്ട്,
അതിന് ഉം. ഡിസ്മെനോറിയ എന്ന് പറയും. ഉം. അപ്പോൾ അതിന്റെ സിവിയറിറ്റി ഡേ 1 ഓഫ് പീരീഡ്സിലാണോ അതോ പീരീഡ്സിന് മുമ്പാണോ വരുന്നത്? ഉം. ഇപ്പൊ ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മെൻസ്ട്രൽ കലണ്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ഉം. നടക്കും. Okay. പിന്നെ ഇതിപ്പോ ഒരു 16 വയസ്സുള്ള ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കെന്ന് ഞാൻ പറയാം. അപ്പൊ ഒരു പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടായിരിക്കാം പീരീഡ്സ് എല്ലാം ഇറഗുലർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോ പേരൻസ് കൺസേൺഡ് ആയിട്ട് വരും. പീരീഡ്സ് ഒരു 2 വർഷമായി മെനാർക്കി, നമ്മൾ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് മെനാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ പീരീഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, 2 ഇയേഴ്സ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇപ്പോ 10th-ലായി. Okay. എക്സാം സ്ട്രെസ് ആണോ പഠിത്തത്തിന്റെ സ്ട്രെസ് ആണോ എന്നൊന്നും അറിയില്ല. Okay. ബട്ട് പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആയി തുടങ്ങി. ഇതിനെന്തെങ്കിലും കൺസേൺ ഉണ്ടോ? Okay. ഇതിന് മെഡിസിൻസ് എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഒരു 10th എന്നൊക്കെ പറയുമ്പോൾ ഷിൽ ബി ജസ്റ്റ് 15, റൈറ്റ്? സോ ആ ഒരു ടൈമിൽ നമ്മളിപ്പോ ഹോർമോണൽ പിൽസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ഒന്നും അല്ല. മേ ബി അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റ് ആവില്ല. വിൽ ബി വെരി സെഡൻഡറി. സോ അതൊക്കെ വരുമ്പോൾ പീരീഡ്സ് ഇറഗുലർ ആകും. അപ്പൊ അവരുടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് മെഡിസിൻസ് അല്ല നിങ്ങൾക്ക് വേണ്ടത്, ഒരു മെൻസ്ട്രൽ കലണ്ടർ കീപ്പ് ചെയ്യാന്നുള്ളതാണ്. ഒരു 6 months മെൻസ്ട്രൽ കലണ്ടർ കീപ്പ് ചെയ്തിട്ട് ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും. കറക്റ്റ്. അപ്പം ഇത് ഫെർട്ടിലിറ്റിക്ക് വേണ്ടി മാത്രമല്ല. മാം പറഞ്ഞല്ലോ സൈക്കിൾ ഡയറി കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്, അതെ ട്രാക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതെ. അപ്പോൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലില് കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നുള്ളത്. ഈവൻ ഞാൻ തന്നെ അങ്ങനെ ആയിരിക്കും. എനിക്ക് അതാണ് കൺവീനിയന്റ് ആയിട്ടുള്ളത്. അതെ. അപ്പോൾ മാമിന്റെ ഒരു ഒപ്പീനിയനിൽ ഈ ആപ്സ്, ട്രാക്കിംഗ് ആപ്സ് എല്ലാം ഫീസിബിൾ ആണോ? അത് ആക്യുറേറ്റ് ആയിട്ടാണോ അവർ തരുന്നതും ഒക്കെ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനായിട്ട് ലൈക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അതേപോലെ. ബട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുടെ അവരെ ആപ്പാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിപ്പോ ഇതേപോലെ മെൻസ്ട്രൽ കലണ്ടർ ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൂടെ അവർ ആപ്പ് കൊണ്ടുവന്നിട്ട് മാം ഇതാണ്, അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് കാണാം ഹെവി ബ്ലീഡിംഗ് ഉള്ളതെല്ലാം നല്ല ഡാർക്ക് റെഡ് ആയിട്ടും സ്പോട്ടിങ് വന്നതൊക്കെ ഇങ്ങനെ പിങ്ക് ആയിട്ടും ഓവുലേഷൻ അതെ ഓരോ ഡേറ്റിൻ്റെതും ആൻഡ് ഓവുലേഷൻ്റെ അവിടെ ഇങ്ങനെ സ്റ്റാർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും. സോ മോസ്റ്റ് പ്രോബബ്ലി അക്യുറേറ്റ് തന്നെ ആയിരിക്കും നമ്മളൊരു കലണ്ടർ യൂസ് ചെയ്യുന്ന പോലെ. കാരണം നമ്മൾ എന്ത് ഐഡിയ ആണോ ആ ആപ്പിലോട്ട് കൊടുക്കുക അതായിരിക്കും ആപ്പ് പറഞ്ഞു തരിക. പിന്നെ അതിൻ്റെ അകത്ത് ഇപ്പം ആപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആപ്പിന്റെ അകത്തും അവരൊരു 28 days സൈക്കിളിൻ്റെതായിരിക്കും അവർ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. ബട്ട് ഇഫ് യുവർ സൈക്കിൾ ഇസ് ഡിഫറെന്റ്, ഇപ്പോൾ സൈക്കിൾ എല്ലാം ഒരു 35 days സൈക്കിളാണ് അല്ലെങ്കിൽ 30 days സൈക്കിളാണെങ്കിൽ അത് ആദ്യമേ എൻട്രി ചെയ്യണം. അതെ, ആ ഒരു പ്രോംപ്റ്റ് ഇടണം 30 days സൈക്കിൾ, എന്നാലേ ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നതും. നമ്മുടേതെന്ന് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇപ്പൊ പെയിൻ വരുന്ന സമയമൊക്കെ അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഐ തിങ്ക് ദർ ആർ സോ മെനി ആപ്സ് ലൈക്ക് ദാറ്റ്, അങ്ങനെ നമ്മൾ കാണാറുണ്ട്. അപ്പോ പിന്നെ എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. സോ സ്വന്തമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെയാണോ, ഒരു മാനുവൽ ആയിട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കോ ഇത് വരിക എന്ന് ചോദിച്ചാൽ മേ ബി ഒരു പെർസെന്റേജ് എറേഴ്സ് കാണാൻ പറ്റും. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി നോർമൽ. അപ്പം അതുകൊണ്ട് ഒരു ചാൻസസ് ഓഫ് ഫെർട്ടിലിറ്റി അതിന്റെ ഇടയ്ക്ക് വരുമെന്ന് വെച്ചാൽ മേ ബി ഒരു 1 or 2 days. ഇപ്പൊ നമ്മൾ കോൺട്രസെപ്റ്റീവ് യൂസ് ചെയ്താലും പ്രഗ്നന്റ് ആകുമോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും ഒരു ആപ്പ് യൂസ് ചെയ്താലും കറക്റ്റ് ആയിട്ട് ഫെർട്ടൈൽ പീരീഡ് കിട്ടുമോ എന്ന് പറയുന്നത്. എറേഴ്സ് എല്ലാത്തിനും വരാനുണ്ട്. ഇറ്റ്സ് ടു ബി ഹ്യൂമൻ. ഓക്കെ.